Video is made for entertainment purpose only. This is a fan fiction. None of the videos, songs, pictures used in this video is mine. I only own the story and editing. This video is no need to hurt anyone. It's purely imagination. Those who are not interested can skip the video. അല്ല, നീയൊക്കെ എന്നെ കാത്ത് നിൽക്കുമായിരുന്നു അവിടെ. പിന്നല്ലാണ്ട് നീ ഇപ്പം എത്തുമെന്ന് പറഞ്ഞിട്ട് നീയും കൂടെ വന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു. അല്ല, ഇപ്പം എത്തുമെന്ന് പറഞ്ഞിട്ട് നീ എന്താ അത്ര താമസിച്ചേ? എടാ, അനിയത്തിയുടെ ക്ലാസ് തൊട്ടിൽ സ്റ്റാർട്ടാവുന്നത്. അപ്പോൾ അവളെ ആക്കിയിട്ട് ഞാൻ വരുന്ന വഴിയാ. പറയും പോലെ നിങ്ങൾ രണ്ടുപേരും അനിയത്തിമാർ ഒരേ കോളേജിലാണല്ലോ. അപ്പോൾ പിന്നെ അതൊരു കാര്യമായല്ലേ. നിങ്ങൾ അവരെ പരിചയപ്പെടുത്തിയായിരുന്നു? ഇല്ലടാ, എൻ്റെ ക്ലാസ് തുടങ്ങിയല്ലേ ഉള്ളൂ. ഇനി സമയമുണ്ടല്ലോ, വഴിയെ പരിചയപ്പെടുത്താം. പിന്നെ നിന്നോടൊക്കെ ഒരു കാര്യം പറയാൻ മറന്നു പോയിട്ടുണ്ട്. നമ്മുടെ ആർട്സ് സെൻ്ററില്ലേ, അതിൻ്റെ വാർഷികത്തോടനുബന്ധിച്ച് എന്തൊക്കെയോ പ്രോഗ്രാംസ് നടത്താൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മൾ വേണേൽ എല്ലാം നോക്കി നടത്താനെന്നാണ് സാറ് പറഞ്ഞത്. പിന്നെ അതിൻ്റേതായിട്ടുള്ള എന്തെങ്കിലും ഫ്ലെക്സോ എന്തെങ്കിലുമൊക്കെ എടുത്ത് നമുക്ക് ഇറക്കാം. കാരണം പുറത്തുനിന്നും കണ്ടിട്ട് വരുന്നവർ ഇൻട്രസ്റ്റ് ഉള്ളവർ ചേരട്ടെ. പിന്നെ നിൻ്റെ അനിയത്തിയോടും കൂടെ പറയാം. എൻ്റെ അനിയത്തിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നാണ് പറഞ്ഞു. അപ്പോൾ എല്ലാം കൂടെ നമുക്ക് സെറ്റാക്കാം. ആടാ, അതോർത്ത് നീ ടെൻഷൻ വേണ്ട, നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാതെ. എന്നാൽ പിന്നെ വാ ക്ലാസ്സിൽ പോവാം. ഇപ്പം തന്നെ സമയം ഒരുപാടായി, ഇനി നിന്നാൽ ലേറ്റാവും. എന്നാൽ വാ നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. ബാക്കി നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാ സ്റ്റുഡൻസിനും നിങ്ങളുടെ ലൈഫിൽ പുതിയൊരു ചാപ്റ്ററിലേക്ക് വെൽക്കം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമല്ലേ ഇന്നോട്ട്? അല്ല, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉറക്കം വന്നാൽ എങ്ങനെ? ഇനി അങ്ങോട്ട് സമയം കിടക്കുമല്ലേ ഉറങ്ങാൻ? നീ അവളെ മാത്രം പറയണ്ടേ, എനിക്ക് ഉറക്കം വരിക. നമ്മുടെ കോളേജ് ലൈഫ് എന്താണ് എക്സ്പ്ലോർ ചെയ്യണത്, പഠിച്ചു നടക്കാനുള്ള. അല്ല, ഇതൊക്കെ കേട്ടെന്തോ നീ എന്താ ഒന്നും മിണ്ടാത്തത്? അല്ലെങ്കിൽ ഈ പഠിപ്പികൾക്കൊന്നും ഉറക്കം വരില്ലല്ലോ, നമ്മളെ പോലത്തെ പാവപ്പെട്ട കുട്ടികൾക്കെല്ലാം ഉറക്കം വരും. അങ്ങനെയൊന്നുമില്ല, ഒന്ന് പോടി, വിളിച്ചൊന്നും അറിയാ. എനിക്കറിയാത്തൊന്നും അല്ലല്ലോ നിന്നെ. അല്ല, എന്താ അവിടെ സംസാരം എല്ലാവരും കൂടെ? ഒന്നുമില്ല മിസ്സേ, ഇപ്പൊ സമാധാനായില്ലേ എല്ലാവർക്കും? ഇതൊക്കെ ഒരു രസമല്ലേ ധ്വനി, അത് വിട്ടുകളാ. പിന്നെ സ്റ്റുഡൻസിൻ്റെ ഒരു നോട്ടീസ് ഉണ്ട്. നമ്മുടെ കോളേജിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു ആർട്സ് സെൻറ്റർ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആനിവേഴ്സറി ആയിട്ട് കുറച്ച് പ്രോഗ്രാംസ് അവർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡാൻസോ പാട്ടോ ഒക്കെ അറിയാവുന്ന കുട്ടികൾ അതിൽ പോയി ജോയിൻ ചെയ്യുക. ബാക്കി കാര്യമൊക്കെ അവിടുത്തെ സാറ് പറഞ്ഞു തരും കേട്ടോ നിങ്ങൾക്ക്. എടാ, നിങ്ങൾ എന്ത് പറയുന്നത്, നമുക്കും കൂടെ പേര് കൊടുത്താലോ? അതാ ഞാൻ പറയാൻ വിട്ടുപോയി. ഏട്ടനാണ് എൻ്റെ ആർട്സ് സെക്രട്ടറി. ഏട്ടൻ രാവിലെ എന്നോട് പറഞ്ഞായിരുന്നു. ഞാൻ എന്തായാലും ഉണ്ട്. അല്ല, നിങ്ങൾ രണ്ടുപേരുണ്ടെങ്കിൽ പിന്നെ നമ്മളായിട്ട് എന്തിനാ മാറിയിരിക്കണം, നമ്മളും ഉണ്ട്. എടാ, ഞാൻ ഇപ്പൊ വരാമേ. നിങ്ങളിവിടുത്തെ പ്രോഗ്രാമിന്റെ കാര്യമൊക്കെ തിരക്കിയിട്ട് പേര് കൊടുക്കാൻ ഇപ്പൊ വരാം. എടാ, പോയിട്ട് പെട്ടെന്ന് വരണം കേട്ടോ. നല്ലൊരു കാര്യം ചെയ്യാമോ, അവള് വന്നിട്ട് ഒരുമിച്ച് പേര് കൊടുക്കാം. നമുക്ക് ഇവിടെ ഒന്ന് കറങ്ങി കണ്ടിട്ടൊക്കെ വരാം. അതാ നല്ലത്. നമുക്കിപ്പോ നോക്കിയിട്ടൊക്കെ വരാം. അല്ല, എന്നാ പിന്നെ നമുക്ക് സമയം കളയാതെ പ്രാക്ടീസ് തുടങ്ങിയാലോ? നീ ഉറങ്ങുവോളമെന്നും ഞാൻ ഉറങ്ങിയില്ലല്ലോ, നീ ഉണർന്നു നോക്കുമ്പോഴും നിന്റെ കൂടെയുണ്ടല്ലോ. കസ്തൂരിമാനേ തേടുന്ന താരിണി, നിന്നിലെ ഗന്ധം തേടുന്നതെങ്ങു നീ. ഓമലേ കൺ തുറക്കൂ, എന്നോമലേ കൺ തുറക്കൂ. എപ്പോഴത്തെയും പോലെ തന്നെ ഒന്നും പറയാനില്ല, അടിപൊളിയായിരുന്നു. എന്നാലും ആരായിരിക്കും അത് പാടിയത്? എന്തായാലും കേൾക്കാൻ രസമുണ്ടായിരുന്നു. ഒന്ന് പോയി നോക്കിയിട്ട് വരാം. രാഹുൽ, നീ എപ്പോഴും പാടാറുള്ള ആ പാട്ടില്ലേ, അതും കൂടെ ഒന്ന് പാടുമോ? അരളിയിലൊരു കിളി കൊഞ്ചിപ്പാടി, അന്നേരം ഒരു സുന്ദരിയാടി. അരവാരം തകതാളം തല്ലി, അരമണിക്കിങ്ങിനി ഇക്കിളി പാകി. ഇവകളെന്തു ഭംഗി, ഇവളിലെ കവിളിനെന്തു കാന്തി. അതരമാത്രി മധുരം നുകരാൻ ഭാഗ്യമേകുഭവതി. ചെണ്ടുമല്ലികപ്പൂ കണ്ടാൽ ചന്തമില്ല കരളേ, ഉമ്മ വെച്ചുണർത്താൻ വെറുതെ മോഹമില്ല കരളേ. ബാക്കി പ്രോഗ്രാംസിന്റെ കാര്യം എന്താണെന്നൊക്കെ നോക്കിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് എന്നോട് പറയണം കേട്ടോ, ഞാൻ പോവാണെന്ന്. പാട്ടോടി ചേട്ടനല്ലേ പോണ്? മുഖം ഒന്ന് കാണാൻ പോലും പറ്റിയില്ല. എടാ, എന്തെങ്കിലും ഹെൽപ്പ് വേണോ തനിക്ക്? അല്ല ചേട്ടാ, ഇപ്പൊ പാട്ട് പാടിയിട്ട് പോയ ചേട്ടന്റെ പേരെന്താ? ശരൺ. സാറ് നിന്ന് അന്വേഷിക്കുന്നുണ്ട്. പ്രോഗ്രാമിന്റെ എന്തോ കാര്യം പറയാം, അർജന്റാ, പെട്ടെന്ന് വരുമോ? അല്ല, ഇപ്പൊ വരാമെന്നും പറഞ്ഞ് പോയിട്ട് നീ ഇവിടെ വന്ന് നിൽക്കുവാണോ? ആ എടാ, ഞാൻ എന്താ വരുക.
എടാ എന്നാൽ ഞാൻ പോവാ, പിന്നെ കാണാം. ശരി ഏട്ടാ, എന്നാ പിന്നെ കാണാം. ധ്വനി, നിന്റെ ഡാൻസിന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് നിരഞ്ജൻ ചേട്ടൻ വിളിക്കുന്നുണ്ടോ, അങ്ങോട്ട് ചെല്ലേ. ഇല്ല, എല്ലാരും വന്ന് ഇവിടെ നിൽക്കുവാണ്, നമുക്ക് ഇങ്ങോട്ട് ചെല്ലണ്ടേ? വാ. നിന്റെ പ്രാക്ടീസൊക്കെ കഴിഞ്ഞായിരുന്നോ? ആടാ അത് കഴിഞ്ഞ് ബാക്കി കാര്യമൊക്കെ ഞാൻ അവരുടെ അടുത്ത് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. ബാക്കി അവരെ അറിയിക്കാന്ന് പറഞ്ഞു. ഡാൻസിന് നിന്റെ പേരിനെ കണ്ടുപിടിക്കാൻ നോക്കിയിട്ട് എന്തായി, കണ്ടുപിടിച്ചോ? പുതിയൊരു കുട്ടി വന്നിട്ടുണ്ട്, നോക്കട്ടെ. ആ ശരി, എന്നാൽ നിന്റെ പരിപാടി നടക്കട്ടെ, ഞാൻ ഇപ്പം വരാം, കുറച്ച് പരിപാടിയുണ്ട്. എന്നാലും ആ പാട്ടോടെ ചേട്ടനൊന്ന് കാണാൻ പറ്റിയില്ലല്ലോ. നിരഞ്ജനാണോ ചേട്ടൻ്റെ പേര്? അതേടോ, ധ്വനിയല്ലേ? അതെ ചേട്ടാ, എനിക്ക് ഡാൻസിന് ചേരാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ട്. ഓക്കെ, തനിക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്നൊരു ഡാൻസ് കളിക്കാൻ പറ്റുമോ? ചേട്ടാ കുഴപ്പമില്ല. ഡാൻസ് വളരെ മനോഹരമായിരുന്നു. താങ്ക്സ് ഏട്ടാ. നിരഞ്ജൻ, നിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞില്ലേ? അപ്പം നമുക്ക് ഇറങ്ങിയാലോ? ഏട്ടാ ഇവിടെ ഉണ്ടായിരുന്നോ? അല്ല, നീ വരുന്ന അടിയൊന്നും പറഞ്ഞില്ലല്ലോ. എപ്പോൾ എത്തി നീ? ദക്ഷ, ഇത് നിന്റെ അനിയത്തിയാണോ? എന്തായാലും ഒന്നും പറയല്ല, വളരെ അടിപൊളിയായിരുന്നല്ലോ ഡാൻസ്. അത് പിന്നെ പറയണം, എൻ്റെ അനിയത്തിയില്ലേ? അല്ല, ദക്ഷേട്ടനും ഉണ്ടായിരുന്നു അവിടെ. പരിപാടിയൊക്കെ കഴിഞ്ഞു വന്നിട്ട്. അല്ല, ഇന്നത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞെങ്കിൽ നമുക്ക് ഇറങ്ങിയാലോ? ആ, എന്നാ നമുക്ക് ഇറങ്ങാം. ഇന്നത്തെ കാര്യമൊക്കെ കഴിഞ്ഞു. നിങ്ങളൊക്കെ ഇറങ്ങാൻ നിൽക്കുമായിരുന്നു. കുറച്ചും കൂടെ വെയിറ്റ് ചെയ്ത് എൻ്റെ ഏട്ടനെ കൂടെ കണ്ടിട്ട് പോവാം. ഏട്ടൻ നമുക്ക് പിന്നെ ഒരു ദിവസം കാണാം. ഇനി നിന്ന ലേറ്റാ, അതുകൊണ്ട് നമ്മൾ ഇറങ്ങാം. അല്ല, നീ ഇനി എങ്ങനെയാ പോവാ? അച്ഛൻ വിളിക്കാൻ വരുമോ? ഇല്ല ഏട്ടാ, ഞാൻ ഇവന്മാരോടെ പോവാം. ഏട്ടൻ പയ്യപ്പേരൊക്കെ കഴിഞ്ഞിട്ട് വന്നാൽ മതി. എന്നാ ഒരു കാര്യം ചെയ്യേ, നിങ്ങൾ ഇവരുടെ കൂടെ പോവാം, ഞാൻ ദക്ഷേട്ടൻ്റെ കൂടെ വരാം. ഓക്കേടാ, അപ്പം നമുക്ക് നാളെ കാണാം. ബൈ. ആടാ, പോയിട്ട് വന്നാ ശരി. അല്ല, കോളേജിൽ വന്ന് ഫസ്റ്റ് ഡേ തന്നെ നിനക്കൊക്കെ ഗ്യാങ്ങും സെറ്റായല്ലോ. വല്ലട ദക്ഷ, നിനക്ക് ഇവരെയൊക്കെ അങ്ങനെ അറിയാം? അതോ, എനിക്ക് എൻ്റെ വീട്ടിൽ നിൽക്കുന്നതിനെക്കാട്ടി കൂടുതൽ ഞാൻ അവരുടെ വീട്ടിൽ, അതുകൊണ്ട് തന്നെ നല്ലപോലെ അറിയാം അവർക്ക്. അപ്പൊ ഇതാണ് ധ്വനിയുടെ ചേട്ടൻ. കാണാൻ നല്ല ചുള്ളനായിട്ടുണ്ട്. അല്ലടാ, നീ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കണേ? ഒന്നുമില്ല ഏട്ടാ, നിങ്ങളൊക്കെ സംസാരിക്കാനായിട്ട് നിൽക്കുമായിരുന്നു. അല്ല, നിങ്ങളെയൊന്നും പരിചയപ്പെടുത്തിയില്ലല്ലോ. എൻ്റെ പേര് നക്ഷത്ര. എൻ്റെ പേര് ശ്രീതൂന്ന്. സ്നേഹമുള്ളവരെന്നെ ശ്രീ എന്ന് വിളിക്കും. അല്ല, എന്താ അവിടെ ഒരു സംസാരമൊക്കെ? പരിപാടിയൊക്കെ കഴിഞ്ഞില്ലേ? നമുക്ക് ഇറങ്ങിയാലോ? ഏട്ടനെ എപ്പോഴും വിളിക്കുക. എൻ്റെ ഫ്രണ്ട്സൊക്കെ പോയി, അവരെയും കൂടെ പരിചയപ്പെടാറുണ്ടല്ലോ. സമയമുണ്ടല്ലോ, ഇനിയും പരിചയപ്പെടാം, നീ വിഷമിക്കണ്ട. അല്ലെങ്കിൽ എന്ത് പറഞ്ഞാലും ഇങ്ങനെ എട്ടപ്പെട്ടാത്ത കുറെ ന്യായങ്ങളുണ്ടല്ലോ ഏട്ടന്. അത് കൊള്ളാമല്ലോ, ചേട്ടന്മാരും ഫ്രണ്ട്സും അനിയത്തിമാരും ഫ്രണ്ട്സും. അതെന്താടാ നീ അങ്ങനെ പറഞ്ഞത്? അല്ല ഏട്ടാ, ദക്ഷേട്ടൻ്റെ അനിയത്തി ഞാനൊക്കെ ഒരു ക്ലാസ്സിലെ, നമ്മളൊക്കെ ഫ്രണ്ട്സായി, അതാ പറഞ്ഞത്. അതാണോ കാര്യം? ശരി. അല്ലടാ, നിന്റെ കൂടെ പേരായിട്ട് വരാൻ വേണ്ടി ഡാൻസ് കളിച്ച പെൺകുട്ടി ആരാ? ആ എടാ, അതാടാ ദക്ഷിന്റെ അനിയത്തി ധ്വനി എന്ന ആളുടെ പേര്. ധ്വനി ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നു. ഏട്ടനെ കണ്ടിട്ട് പോകാൻ പറഞ്ഞതാ. അപ്പൊ അവർക്ക് എന്താ അത്യാവശ്യമാണെന്ന് പറഞ്ഞു പോകും. അത് സാരമില്ല, ഇനിയാൾ പ്രാക്ടീസിന് വരുമ്പോൾ കണ്ടോളാം. അപ്പൊ തേടി നടന്നതിന് ഉപയോഗം ഉണ്ടായി, ആളെ കിട്ടി. വഴിയെ കാണാം. എന്നാലും എൻ്റെ സ്വപ്നം കാണുന്ന പെൺകുട്ടി എത്രയും പെട്ടെന്ന് കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല. മനസ്സിനുള്ളിലെ മധുര ചാരികയെ കുലുസണിഞ്ഞു കൊഞ്ചിച്ചുണർത്തി മയക്കമാർന്ന മണിച്ചിറകിൽ മെല്ലെയൊരു കുണുക്കിൻ തൂവൽ തുന്നിപ്പറത്തി പീലിച്ചുണ്ടിൽ തഞ്ചും പാടാപ്പാട്ടിൽ മയക്കി നാടൻ പെണ്ണായി ചമഞ്ഞൊരുക്കി എന്നാലും ആ പാട്ടോടെ ചേട്ടനെ കാണാൻ പറ്റിയില്ല. കൂട്ടും കുരുന്നു കൂട്ടി കൊള്ളാം, പുതിയ വള്ളി ഒപ്പിച്ചോണ്ട് വരരുത്. ഞാനായിട്ടൊരു പ്രശ്നത്തിനും പോകില്ല. എന്നാരെങ്കിലും വന്ന് ചൊറിഞ്ഞാൽ ഞാൻ തിരിച്ചു ചൊറിയും. സ്വഭാവം അറിയാമെന്നുള്ളതാ പറഞ്ഞു. പിന്നെ നിന്റെ കൂട്ടുകാരില്ലേ ധ്വനി എന്ന് പറയുന്ന കുട്ടി, ആ കുട്ടിയെടുത്ത് എൻ്റെ കാര്യമൊന്നും പറയണ്ട കേട്ടോ. അതെന്താ ഏട്ടാ പറഞ്ഞാൽ? കാര്യമൊക്കെ ഞാൻ വൈകിട്ട് പറയാം, ഇപ്പം നീ ഒന്നും പറയണ്ട. ആയിക്കോട്ടെ, ചേട്ടൻ്റെ ഇഷ്ടം പോലെ. എന്നാൽ ഞാൻ പോവാണേ, ബൈ. പൊന്നിൻ പാവൈവൾ, കന്നി പൊന്നിൻ പാവൈവൾ. ഈ പെണ്ണിന്റെ കാര്യം. അല്ല, ഇന്ന് നേരത്തെ ആണല്ലോ, എന്ത് പറ്റി? നീ ഇങ്ങനെ അവളെ കളിയാക്കാതെ. പഠിക്കണമെന്നുള്ള കുട്ടികൾ നേരത്തെ വരും. നീ കൂടുതൽ ഊതല്ലേ കേട്ടാ.
എന്താണ് രാവിലെ മൂവർ സംഘം ഒരു സമ്മേളനം ഇവിടെ? അതോ ഈ കോളേജിൽ എങ്ങനെ ബോംബിടാന്നുള്ള ചർച്ചയില് എന്താ നീ കൂടുന്നു? നല്ലടി, അതിന് പ്രത്യേകിച്ച് ബോംബിടേണ്ട ആവശ്യമില്ല. നിന്നെ പോലുള്ളവരല്ലേ ഇവിടെ പഠിക്കണത്. അല്ല, എന്നെ പോലുള്ളവരെന്ന് പറയുമ്പോ നീ അതിൽ ഉൾപ്പെടും, അത് മറക്കണ്ട. ഇനി അതിൻ്റെ പേരിലൊരു തർക്കം വേണ്ട. നിങ്ങൾ നമുക്ക് ക്ലാസ്സിൽ കയറാം. ആ ഫ്രഷേഴ്സ് ഡേയുടെ കാര്യമൊന്നും സംസാരിക്കണ്ടേ? ജൂനിയേഴ്സ് വന്നിട്ട് 2-3 ദിവസമായില്ലേ? അവിടെ സംസാരിക്കാൻ, നമുക്ക് എക്സാം കൊണ്ട് തിരക്കൊക്കെ ഇല്ലായിരുന്നു. ഇനിയിപ്പോൾ കാണാം അവരെ. അപ്പോൾ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചത് എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പം ചോദിച്ചു പോവുക. എക്സ്ക്യൂസ് മീ മാം, സോറി ഫോർ ദ ഇൻട്രപ്ഷൻ. നമുക്ക് ഫ്രഷേഴ്സ് ഡേയുടെ കാര്യം ഇവരോടൊന്ന് സംസാരിക്കാനായിരുന്നു മാം. ഇറ്റ്സ് ഓക്കെ, യു മേ പ്ലീസ് ക്യാരി ഓൺ. അപ്പോൾ നമ്മളൊരു ഫ്രഷേഴ്സ് ഡേ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് എക്സാം ഒക്കെ ആയതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് വന്ന ടൈമിൽ കൂടുതൽ സംസാരിക്കാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഫ്രഷേഴ്സ് ഡേ വെച്ചിട്ട് നമുക്ക് എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടാം. എന്ത് പറയുന്നു എല്ലാവരും? ആ പെണ്ടിയുടെ നോട്ട് അത്ര ശരിയല്ലല്ലോ. ഇത് നിനക്കത് തോന്നുന്നതായിരിക്കും, നീ മിണ്ടായിരിക്കും. അല്ലടി, അവള് പറഞ്ഞാലും കാര്യമുണ്ട്. അവൻ ധ്വനീനെ നോക്കുന്ന നോട്ടം അത്ര ശരിയല്ല. എന്റെ മനസ്സിൽ വല്ലതും ഉണ്ടെങ്കിൽ എന്റെ കയ്യിരിക്കുള്ളൂ. ഇതൊക്കെ എന്താ പിള്ളേരെ, നിനക്ക് വെറുതെ തോന്നുന്നേ? അതൊക്കെ തോന്നലാണെങ്കിൽ അവനെ കൊള്ളാം, അല്ലെങ്കിൽ അവ അറിയും ഈ നക്ഷത്രാരാണ്. അപ്പോൾ ഓക്കെ ഗായ്സ്, ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് പിന്നെ അറിയിക്കുന്നതായിരിക്കും. അല്ല, എന്താ നിന്റെ ഉദ്ദേശം? അങ്ങനെ നല്ല ഉദ്ദേശമൊന്നുമില്ല, ദുരുദ്ദേശം തന്നെ. എനിക്ക് ആ കൊച്ചിനെ അങ്ങ് ബോധിച്ച്. അത് നിന്റെ നോട്ടം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത്. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വെറുതെ വള്ളി വാങ്ങിച്ചുകൊണ്ട് വരരുത്. അതൊക്കെ എന്താണെന്ന് എനിക്കറിയാം. നീ അത് ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട.